വിശുദ്ധ ഖുർആൻ പഠനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ ആളുകളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം വിശദീകരിക്കുന്നത് കാണാം. അൻ ബുറൈദ റളിയല്ലാഹു അൻഹു ഖാൽ, ബുറൈദ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറഅൽ ഖുർആൻ, ആരെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും വതഅല്ലമ, ആ വിശുദ്ധ ഖുർആൻ പഠിക്കുകയും ചെയ്തു, വഅമില ബിഹി, അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂരി ലൗഇഹി, അങ്ങനെയുള്ളവന്റെ മാതാപിതാക്കളെ ഖിയാമത്ത് നാളിൽ പ്രകാശം കൊണ്ടുള്ള, നൂറ് കൊണ്ടുള്ള ഒരു പ്രത്യേക താജ്, താജ് എന്ന് പറഞ്ഞാൽ കിരീടം എന്നാണ് അർത്ഥം, ഒരു കിരീടം അണിയിക്കപ്പെടും. അപ്പൊ ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത് ഖുർആൻ പഠിച്ച ആളെയല്ല, പഠിക്കുകയും പാരായണം ചെയ്യുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത ആളുകളുടെ വാലിദാഹു, വാലിദ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആണ്. അപ്പൊ ഉൽബിസ വാലിദാഹു യൗമൽ ഖിയാമത്തി താജം മിൻ നൂരിൻ, അത് നൂറ് കൊണ്ടുള്ള, പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം അവൻ അണിയിക്കപ്പെടുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പ്രകാശത്തെ പറ്റി പറഞ്ഞു, മിസ്ലു ലൗഇ ശംസ്, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കിരീടമാണ് അണിയിക്കപ്പെടുക. തീർന്നില്ല, വയുക്സ വാലിദാഹു ഹുല്ലത്തൈനി ലാ തഖൂമു ലഹുമദ് ദുനിയ, മാത്രമല്ല അവന് പിന്നെ ഈ ഐഹിക ജീവിതത്തോട് കിടപിടിക്കുന്ന, ഐഹിക ലോകത്തോട് കിടപിടിക്കുന്ന ഒരു പ്രത്യേക പുടവ, ഒരു വസ്ത്രം അവൻ അണിയിക്കപ്പെടുകയും ചെയ്യും. ഫയഖൂലാനി, അപ്പൊ ഈ മാതാപിതാക്കൾ പറയും, പരലോകത്തുനിന്ന് ചോദിക്കാണ്, ബിമ കസൈന ഹാദാ, എന്തിനാണ് ഇത് ഞങ്ങൾ അണിയിച്ചത്? കാരണം ഇത് ഇവർക്ക് എന്തിനാണെന്ന് അറിയുന്നില്ലല്ലോ. പ്രത്യേകമായ ദുനിയാവിലെ വസ്ത്രത്തോട് കിടപിടിക്കുന്ന നല്ലൊരു വസ്ത്രമാണ് അവർ അണിയിക്കുന്നത്. അതേപോലെ പ്രകാശം നൂറ് കൊണ്ടുള്ള ഒരു പ്രത്യേകമായ താജ്, കിരീടമാണ് അണിയിക്കുന്നത്. അപ്പൊ അവര് ചോദിക്കാണ്, എന്തിനാണ് ഞങ്ങളെ ഇത് അണിയിച്ചിരിക്കുന്നത്? ഫയുഖാൽ, അപ്പോൾ പറയപ്പെടും, നിങ്ങളുടെ മകളെ ഖുർആൻ പഠിപ്പിച്ചതിന്റെ കാരണത്താലാണ് നിങ്ങൾക്ക് ഇത് അണിയിക്കപ്പെട്ടത് എന്നാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മക്കളെ പ്രത്യേകിച്ച് ഖുർആനിന്റെ മനപ്പാഠമാക്കൽ, ഹിഫ്ള്, ആ ഖുർആനിന്റെ വിശദീകരണം ഒക്കെ പഠിപ്പിച്ച് ആ നിലക്ക് ഖുർആനിന്റെ ആളുകളാക്കി നമ്മൾ മാറ്റുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ 2 ആഴ്ചകളിലായിട്ട് നമ്മൾ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അംബിയായിലെ ആദ്യത്തെ 2 ആയത്താണ് നമ്മൾ എടുത്തത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 3, 4, 5 വരെയുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ അർത്ഥവും ഒരു ചെറിയ വിവരണവും ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ആയത്തുകൾ കൂടി ഒന്ന് ജസ്റ്റ് ഓതി നോക്കിയിട്ട് എന്ത് ചെയ്യാം, ആദ്യം പാരായണം ചെയ്തിട്ട് നമുക്ക് അതിന്റെ തഫ്സീറിലേക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് കടക്കാം, നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. മാ യഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു വഹും യൽഅബൂൻ. ലാഹിയതൻ ഖുലൂബുഹും وأسروا النجوى الذين ظلموا هل هذا
إلا بشر مثلكم أفتأتون السحر وأنتم تبصرون قال ربي يعلم القول في السماء والأرض وهو السميع العليم بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. നമുക്ക് നോക്കി നോക്കാം. بسم الله الرحمن الرحيم اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون ലാഹിയത ഖുലൂബുഹും. അവിടെ ശ്രദ്ധിക്കേണ്ടത് അവിടെ ലാഹിയത ഖുലൂബുഹും, അവിടെ തൻവീനാണ്. അവിടെ തൻവീന് ശേഷം അവിടെ എന്ത് ചെയ്തു? ഖാഫ് വന്നപ്പോൾ അവിടെ ഇഖ്ഫാ ചെയ്തിട്ടാണ് നമുക്ക് നൂനു സാക്കിന തൻവീൻ എന്നുള്ളത് തജ്വീദിന്റെ നിയമത്തിലെ പ്രധാനപ്പെട്ടൊരു നിയമമാണ്. ഇഖ്ഫാ എന്ന് പറഞ്ഞാൽ ഒന്ന് അവ്യക്തമായി പ്രകടമാകാതെ ആ നൂനു സാക്കിന എന്ത് ചെയ്യേണ്ടതില്ല, തൻവീൻ പ്രകടമാകേണ്ടതില്ല. അപ്പൊ ലാഹിയതൻ ഖുലൂബുഹും, അവിടെ ഖുലൂബുഹും എന്നുള്ളിടത്ത് നമുക്കൊരു ഖാഫ് കാണാം ഖുർആനിൽ അല്ലേ, ഒരു ഖാഫ് ലാം. എന്താണ് അത് അർത്ഥാക്കുന്നത്? അവിടെ വഖഫിന്റെ ചിഹ്നാണത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചല്ലോ, തജ്വീദ് എന്ന് പറഞ്ഞാൽ അതിൽ ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വമഅരിഫത്തുൽ വുഖൂഫ്, വിരാമസ്ഥാനങ്ങളെ പറ്റി അറിഞ്ഞിരിക്കുക. അപ്പൊ വഖഫിന്റെ ഒരു ചിഹ്നാണത്. ശരിക്കും അത് നിർത്തലാണ് നല്ലത്. അവിടെ അൽ വഖഫു ഔല, അവിടെ നിർത്തുന്നതാണ് എന്ത് ഏറ്റവും നല്ലത്. എന്നാൽ ഈ സില എന്ന ചില ഇത് കാണുന്നില്ല, സ്വാദ് ലാം ഇങ്ങനെ ചരിച്ചിട്ടത്, അതിന്റെ ഉദ്ദേശം എന്താണ്? നിർത്താതെ, അൽ വസ്ലു ഔല, നിർത്താതെ ഓതുന്നതാണ് നല്ലത്. എന്നാൽ നിർത്തിയാലോ പ്രശ്നം, കുഴപ്പമൊന്നുമില്ല, അവിടെ നിർത്താവുന്നതാണ്. എന്നാൽ ഇവിടെ ഈ ഖാഫ് കാണുന്നിടത്തും നമുക്ക് എന്ത് ചെയ്യാം, നിർത്താതെ ഒരാൾക്ക് ഓതാം, പക്ഷെ നിർത്തുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പൊ ഒന്നുകൂടി നോക്കാം. ലാഹിയതൻ ഖുലൂബുഹും വഅസറുൻ നജ്വല്ലദീന ളലമു. ജ് എന്നുള്ളത് പ്രകടമാകണം. നമുക്കറിയാം ഹുറൂഫുൽ കൽക്കല, നമുക്കറിയില്ലേ ഏതാണ്? ഖുതുബ് ജദ് അല്ലെ, അതിൽപ്പെട്ട അക്ഷരാണ് ജീം. അപ്പൊ നജ്വ, ആ ജ് എന്നുള്ളത് എന്ത് ചെയ്യണം, അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വ്യക്തമാകണം. അപ്പൊ വഅസറുൻ നജ്വല്ലദീന ളലമു ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. അവിടെ ഹാദാ അല്ലെ, ആ ഹർഫ് മദ് വന്നു അവിടെ, അലിഫ് അല്ലെ. അതിന് ശേഷം എന്ത് വന്നു? അതായത് ഹംസക്ക് മുമ്പായിട്ട് എന്ത് വന്നു? ഹർഫ് മദ് വന്നു. അപ്പൊ എത്ര നീട്ടണം നമ്മള്? മദ് ഒരു 4-5 ഹർക്കത്തിന്റെ അളവിൽ എന്ത് ചെയ്യണം, അവിടെ നീട്ടണം. ഇതിനെ, ഈ മദ്ദിനെ 2 പദങ്ങളിലായിട്ടാണ് എന്ത് ചെയ്തത്, വന്നത്. അപ്പൊ ഇതിനെ 2 തരം മദ് ഉണ്ടല്ലോ, മദ് മുത്തസിലും ഉണ്ട്, മദ് മുൻഫസിലും ഉണ്ട്. ഇത് മുൻഫസിലാണ്, വേറിട്ടിട്ടാണ്. മറ്റൊരു പദത്തിലായിട്ടാണ് എന്ത് ചെയ്തത്, ഹംസ വന്നത്. ഇവിടെ ഹംസ എവിടെയാണ്? ഇല്ല, ആ ഈ ആണ്. അപ്പൊ അവിടെ വന്നത് എങ്ങനെയാണ്? ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും അല്ലെ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു മദ്ദിൻ്റെതായ ഒരു പ്രത്യേക ചിഹ്നം ഉണ്ടല്ലോ, ഇങ്ങനെ വളച്ചിട്ടിട്ടത്. അത് നമുക്ക് പാരായണത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അവിടെ തജ്വീദിൻ്റെതായ ചില നിയമങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ ഇല്ലാ ബശറും മിസ്ലുക്കും, അവിടെ ബശറുൻ അല്ല, പിന്നെ അവിടെ ഇദ്ഗാം ഗുന്നയാണ്, മണിച്ചിട്ട് ലയിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്. നമ്മളെ തൻവീന് ശേഷം അവിടെ മീമ് വന്നു. അപ്പൊ ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും,
ഇവിടെ സ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അലിഫ് ബ ത സ. നമ്മുടെ സ വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഇരു പല്ലുകളുടെ നിരകളിലാണ് നമ്മുടെ ഇത്. അലിഫ് ബ ത സ. സീന് വേർത്തനുണ്ട് ആളുകൾക്ക്. ഈ സീന് സ അതൊക്കെയാണ് എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊനൗൺസിയേഷനിൽ മാറിപ്പോകുക. ഒരക്ഷരം മാറുന്നതോടുകൂടി എന്ത് ചെയ്തു? ആ പദത്തിന് മറ്റൊരു അർത്ഥമുണ്ടാകും. അപ്പോൾ ആയത്തിന്റെ അർത്ഥം തന്നെ, ആശയം തന്നെ ഒരു പക്ഷെ എന്ത് ചെയ്യും? മാറിപ്പോകുന്നുള്ളതാണ്. അപ്പൊ ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും അഫതൂന സിഹർ. അവിടെ തൂന, അവിടെ വരരുത്. അവിടെ ജസ്റ്റ് തൂന തൂന. അഫതൂന സിഹ്റ. അവിടെ ഒരു നമ്മളൊരു ശബ്ദം ഇങ്ങോട്ട് വരണം. അഫതൂന സിഹ്റ വഅൻതും തുബ്സിറൂൻ. വഅൻതും അവിടെ നൂന് ഇഖ്ഫാ ചെയ്യുന്നിടത്തൊന്നും എന്ത് ഉണ്ടാവില്ല? ഹർക്ക, അവിടെ സുക്കൂൻ ഇട്ടിട്ടുണ്ടാവില്ല. നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടുത്തെ ഒരു നിയമമുണ്ട് അല്ലെ? നൂനു സാക്കിന തായിന് മുമ്പ് എന്ത് ചെയ്തു? അവിടെ നൂനു സാക്കിന വന്നു. അപ്പൊ വഅൻതും തുബ്സിറൂൻ. ബ് എന്തിൽപ്പെട്ടതാണ്? ഹുറൂഫുൽ ഖൽഖലയിൽ പെട്ടതാണ്. അപ്പൊ ബ് എന്ന് കൃത്യമായിട്ട് തന്നെ ശരിക്ക് വരണം. വഅൻതും തുബ്സിറൂൻ. ഇനി അടുത്ത ആയത്ത് നോക്കാം. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ്. അല്ലേ? നമ്മൾ മുൻഫസ്സിൽ നേരത്തെ പറഞ്ഞു. ഇവിടെ എന്താണ്? സമാഇ വൽ അർദ്. അവിടെ ഹംസ വന്നു. സമാ. അവിടെ എന്ത് ചെയ്തു? ഹുറൂഫുൽ മദ്, ഹർഫു മദ് വന്നു. ഏതാണ് ഹർഫു മദ്? അവിടെ മദ്ദിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. അവിടെ അലിഫാണ് വന്നത്. സമാഇ അല്ലെ? അപ്പൊ അവിടെ ഹംസയും വന്നു. ആ രണ്ടും ഒരൊറ്റ പദത്തിലാണ് വന്നത് അല്ലെ? നേരത്തെ നമ്മൾ രണ്ട് പദത്തിലാണ് പറഞ്ഞത്. ഇതെന്താണ്? സമാഇ. അപ്പൊ അതിനെന്താ പറയാ? മദ്ദുൽ മുത്തസിൽ എന്നാണ്. ഒരൊറ്റ പദത്തിലായിക്കൊണ്ട് എന്ത് വരിക? ഹംസക്ക് മുമ്പ് ഈ മദ്ദിന്റെ അക്ഷരം വരിക. അപ്പൊ നമ്മൾ അവിടെ 4-5 ഹർക്കത്തിന്റെ അളവിൽ. ഇതിൽ തജ്വീദിന്റെ പണ്ഡിതന്മാരിൽ ഹുക്ം പറയുന്നത് മദ്ദുൽ മുത്തസില് അതിൽ മദ് ചെയ്യൽ വാജിബാണ് എന്നാണ് പറയാം. അതായത് 4-5 ഹർക്കത്തിന്റെ അളവിൽ. എന്നാൽ മുൻഫസിൽ എന്തല്ല, ഈ മദ്ദിന്റെ കാര്യത്തില് ഏറ്റക്കുറിച്ചിലുകൾ വരുന്നത് എന്തല്ല, വലിയൊരു പ്രശ്നമല്ല. അതിന് തജ്വീദിന്റെ ഭാഷയില് ഒരു നേരിയ ഒരു ചില തെറ്റുകളായിട്ടാണ് അതിനെ വിലയിരുത്തുക. എന്നാൽ വലിയ തെറ്റുകൾ എന്ന് പറയുന്നത് ഒരാളോട് ഹർക്കത്ത് തന്നെ മാറിപ്പോകുക. ഇപ്പൊ ഫാത്തിഹ ഓതുമ്പോ അൻഅംത അലൈഹി എന്നുള്ള ഒരാള് അൻഅംതു നോത്, ശരിക്കും അർത്ഥം തന്നെ അവിടെ മാറിപ്പോകും. നീ അനുഗ്രഹിച്ചവർ എന്നുള്ളത് എന്തായി? അൻഅംതു നായ എന്തായി? ഞാൻ അനുഗ്രഹിച്ചവർ എന്നായി. നോക്കിയേ, ആ ഫത്തഹ് ലൊമ്മായാല് നീ എന്നുള്ളത് ഞാൻ എന്നാകും. അപ്പോ ഒരക്ഷരത്തിന്റെ ഹർക്കത്ത് മാറുന്നതോടെ അർത്ഥം തന്നെ മാറിപ്പോകും. അങ്ങനത്തെ ഇതുണ്ട്. അപ്പൊ മദ്ദിന്റെ കാര്യത്തിൽ അങ്ങനത്തെ ഒരു വിശാലത നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത് കൊണ്ട് എന്തല്ല പ്രശ്നമില്ല. അപ്പൊ ഇവിടെ നോക്കാം. ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ് وهو السميع العليم وهو السميع العليم. അവിടെ വഹുവൽ സമീ എന്നൊന്നുമില്ല അല്ലെ? അവിടെ ഒരു അലിഫ് ലാം ഉണ്ട് അല്ലെ? പക്ഷെ നമ്മൾ എന്താ ഓതുന്നത്? വഹുവസ് സമീ അല്ലെ? അവിടെ അതിന് ഹുറൂഫു ശംസിയ എന്ന് പറയും. അലിഫ് ലാം അവിടെ എന്ത് ചെയ്യൂല? ഉച്ചരിക്കൂല. തൊട്ടിപ്പുറത്ത് നോക്കിയ അൽ അലീം നമ്മൾ പറഞ്ഞില്ലേ? അൽ അലീം. അടുത്ത അലിഫ് ലാം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിനെന്ത് പറയും? ഹുറൂഫുൽ ഖമരിയ എന്ന് പറയും. ഹുറൂഫുൽ ഖമരിയ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുന്നതാണ് വിചാരിക്കുന്നത്. അതായത് ചിലയിടത്ത് അലിഫ് ലാം എന്നത് പറയും. ഇവിടെ തന്നെ നോക്കിയാൽ വഹുവസ് സമീഉൽ അലീം വഹുവസ് സമീഉൽ അലീം. അടുത്ത ആയത്ത് നോക്കാം. ബൽ ഖാലൂ അദ്ഗാസു അഹ്ലാമിൻ ബൽ ഇഫ്തറാ. അവിടെ വേറൊരു നിയമമുണ്ട് അല്ലെ? അഹ്ലാമിം. അവിടെ ഒരു ചെറിയ മീമ് കാണുന്നുണ്ട്. നമ്മള് ചെറിയൊരു മീമ്. അവിടെ അഹ്ലാമിൻ എന്നോതോ ഇല്ല. അവിടുത്തെ നിയമം എന്താ? ഇഖ്ലാബാണ് അല്ലെ? നമ്മള് അവിടെ മീമു സാക്കിനയെ തെൻബീൻ എന്ത് ചെയ്യുന്നു?
നമ്മള് മീമായി മറിക്കണതിന് ഇഖ്ലാബ് ചെയ്യണം. അഹ്ലാമിൻ എന്നുള്ളതിന് എന്താക്കുന്നു? അഹ്ലാമിം മീമാക്കിയിട്ട് അതിനെ മറിക്കുന്നു. എന്നിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത് ഓതേണ്ടത്. അപ്പോ ആ രൂപത്തിലാണ്. അപ്പോ അത് അഹ്ലാമിൻ ബലിഫ്തറാഹു ബൽ ഖാലൂ അദ്ഗാസു അഹ്ലാമിൻ ബലിഫ്തറാഹു ബൽ ഹുവ ശാഇറുൻ ഫല്യഅ്തിനാ ബിആയത്തിൻ കമാ ഉർസിലൽ അവ്വലൂൻ. അവിടെ കമാ ഉർസില, അവിടെ മുൻഫസിലാണ്, മദ് മുൻഫസിലാണ്. മറ്റൊരു പദത്തിലായിക്കൊണ്ട് എന്ത് ചെയ്തു? ഹംസ വന്നു. ഇവിടെ ഈ മീം, നമ്മൾ ഈ ഇഖ്ലാബിന്റെ മീം പറഞ്ഞല്ലേ, അഹ്ലാം, നമ്മുടെ ഖുർആനില് ചെറിയൊരു മീം, അതിന്റെ വാലിങ്ങനെ താഴ്ത്തിയിട്ട് കാണാം. ഇതല്ലാത്ത മീം ഖുർആനിലുണ്ട്. അറിയില്ല ഏതാണ്? ഈ ചെരിച്ചിട്ടിടുന്നൊരു മീമുണ്ട്. അതിന്റെ നിയമം എന്താ? അത് ഉദാഹരണം പറയാം. നമ്മൾ സൂറത്തു അൻആമില് 36-ാമത്തെ ആയത്തൊന്ന് ഖുർആനിൽ എടുത്തു നോക്കി. സൂറത്തു അൻആം എന്ന് പറയുന്ന 6-ാമത്തെ അധ്യായം, അതിൽ 36-ാമത്തെ ആയത്ത് 132-ാമത്തെ പേജാണ്. അവിടെ ഒരു മീം കാണാം. നമ്മളിപ്പോ ഇവിടെ ഒരു മീം കണ്ടല്ലോ, അഹ്ലാമിൻ. അവിടെ ഒരു ചെറിയ മീം ഇങ്ങനെ വാല് താഴ്ത്തിയിട്ടുള്ള ഒരു മീമാണ്. വേറൊരു മീമിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. രണ്ടു മീമും മാറിപ്പോരുത് നമുക്ക്. അതുകൊണ്ടാണ്. കണ്ടോ? സൂറത്തു അൻആമിലെ 36-ാമത്തെ വചനത്തിൽ കണ്ടോ? ഫസ്റ്റ് തന്നെയാണ് ആയത്ത്. കണ്ടില്ലേ? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ. അവിടെ ഒരു മീമാണല്ലോ, യസ്മഊൻ. ആ മീം എന്താ അർത്ഥാക്കുന്നത്? ആ മീമിന്റെ ഉദ്ദേശം എന്താ? അവിടെ അലാമത്തുൽ വഖഫി അല്ലാസിം എന്നാണ്. നിർബന്ധമായും നിർത്തേണ്ടതായ ഒരു അടയാളാണ് ഈ മീം. ഈ മീം കാണുന്നിടത്ത് നിർബന്ധമായിട്ട് നിർത്തണം. നിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അത് അങ്ങനെ ഒരു നിയമം വെക്കാൻ കാരണം, ഒരാൾ നിർത്താതെ അവിടെ ഓതുകയാണെങ്കിൽ ഒരു പക്ഷേ ആശയത്തിൽ വരെ വൈകല്യം സംഭവിക്കും. ഈ ആയത്തിന്റെ ഒരു ആശയ വൈകല്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്? ഇവിടെ നിർത്തിയിട്ട് ശേഷമാണ് ഓതേണ്ടത്. പിന്നെ എങ്ങനെ ഓതണം? വൽ മൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. അതിനാണ് ഓതേണ്ടത്. ഇനി ഒരാള് ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന വൽ മൗതാ എന്നൊരാൾ ചേർത്ത് ഓതുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ അർത്ഥം എന്താ അറിയാം? അർത്ഥം ഞാൻ വായിക്കാം. അതായത് ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊന എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവൻ മാത്രമേ ഉത്തരം നൽകുകയുള്ളൂ എന്നാണ് അർത്ഥം. ഒരാൾ വൽമൗത്ത ചേർത്തോതിയാലോ മരിച്ചവരും ഉത്തരം നൽകും. നോക്കിയേ, നമ്മുടെ അഖീദയെ പോലും തകർക്കുന്ന ഒരു അർത്ഥം അവിടെ കിട്ടും. ഒരാൾ യസ്മഊനേന്റെ കൂടെ വൽമൗത്ത ചേർത്താൽ ഈ ആശയം ഇതിലേക്കാണ് ലിങ്കാകുക. വൽമൗത്ത ആരാ? മരിച്ചോരാണ്. മരിച്ചോരും കേൾക്കും എന്ന് നമ്മൾ ഓതലാകും. അതുകൊണ്ടാണ് ഇവിടെ മീം പ്രത്യേകം ഇട്ടത്. നമ്മൾ ഖുർആന്റെ തുടക്കത്തിൽ കാണാം, അലാമത്തുൽ വഖഫി ലാസിം, നിർബന്ധമായും ഈ മീം കാണുന്നിടത്ത് നിർത്തണം എന്നാണ്. അപ്പൊ അവിടെ ഓതേണ്ട എങ്ങനെയാണ്? ഇന്നമാ യസ്തജീബുല്ലദീന യസ്മഊൻ വൽ മൗതാ യബ്അസുഹുമുല്ലാഹു സുമ്മ ഇലൈഹി യുർജഊൻ. അങ്ങനെയാണ് ഓതേണ്ടത്. ഈ മീം ഞാൻ ഇത് പറയാൻ കാരണം, ഈ രണ്ട് മീമുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മീമിന് ഒരു ചെരിവുണ്ട്. മറ്റേ മീമോ ഇങ്ങനെ വാലിങ്ങനെ താഴ്ത്തിയിട്ടിട്ടാണുള്ളത്. ഇനി നമ്മള് അംബിയയിലേക്ക് വരി. ആ അഹ്ലാം എന്നുള്ള അടുത്തുള്ള മീം, രണ്ട് മീമും തമ്മിൽ വ്യത്യാസമുണ്ട്. അഹ്ലാമിൻ, അവിടെ ഒരു മീം താഴത്ത് ഇങ്ങനെ കാണുന്നുണ്ട്, വാല് താഴ്ത്തിയിട്ടത്, മറ്റത് ചെരിച്ചിട്ട്. രണ്ട് മീമായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇത് ഇഖ്ലാബിന്റെ മീമാണ്. മറ്റതോ നിർബന്ധമായും വഖഫ് ചെയ്യണം എന്നറിയിക്കുന്ന മീമാണ്. ഇൻഷാ അല്ലാഹ് നമുക്കതിന്റെ അർത്ഥത്തിലേക്ക് പോകാം. അവിടെ നമ്മൾ ആദ്യത്തെ 2 ആയത്തുകൾ എടുത്തു. അതിൽ 2-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞത് മാ യതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കിൽ നിന്ന് ഒരു ഉപദേശവും ഉത്ബോധനവും അവർക്ക് വരുന്നില്ല. മുഹ്ദസിൻ, പുതുതായി നൽകപ്പെടുന്ന. എങ്ങനെയല്ലാതെ ഇല്ലസ്തമഉഹു, അതിനവർ കേൾക്കുന്നില്ല. വഹും യൽഅബൂൻ, എങ്ങനെയാണ് അവര് കേൾക്കുന്നത്? കളിച്ചുകൊണ്ട്, തമാശയിൽ, അശ്രദ്ധയിലാണ് അവരെന്ത് ചെയ്യണത്? അത് കേൾക്കുന്നത്. ഇനി അടുത്ത ആയത്ത് നോക്കിയേ. ലാഹിയത്തൻ എന്ന് പറഞ്ഞാൽ അശ്രദ്ധമായി.
അപ്പൊ അശ്രദ്ധയിലാണ് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. ഖൽബിന്റെ ജംആണ് ഖുലൂബ്. അപ്പൊ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. ആരുടെ ഹൃദയാണിത്? ഈ സത്യനിഷേധികളായ, ഈ അക്രമികളായ, അവിശ്വാസികളായ ആളുകൾ. ഈ ഖുർആൻ അവരോട് ഈ ഉത്ബോധനങ്ങളൊക്കെ ഓതിക്കൊടുക്കുമ്പോൾ അവരുടെ ഒരു ഹാല് പറയാണ്, അവസ്ഥ പറയാണ്. എന്താണ്? ലാഹിയത്തൻ, അവർ അശ്രദ്ധയിലാണ്. അതിന് പണ്ഡിതന്മാര് 2 വിശദീകരണമാണ് നൽകിയത്. ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ കൽബ് കൊണ്ടവർ അശ്രദ്ധരാണ്, ശരീരം കൊണ്ടവർ കളിയിലുമാണ്. ഇങ്ങനെയാണ് മുഫസ്സിറുകൾ പറഞ്ഞത്. കൽബ് കൊണ്ട് ഇത് കേൾക്കുമ്പോൾ അവർ അശ്രദ്ധയിലാണ്, ഏതോ ഗഫലത്തിൽ ഇങ്ങനെ കേൾക്കാണ്. എന്നാ അവര് ശരീരം കൊണ്ടോ എന്തോ കളിക്കാണ്. ഇതാണ് അള്ളാന്റെ ഉത്ബോധനം വരുമ്പോ ഇവരുടെ അവസ്ഥയാണിത്. ലാഹിയത്തൻ, അശ്രദ്ധയിലാണ്. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. വ അസറു, സിർ എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യം അല്ലെ? സൂറത്ത് മുൽക്കിനില്ല, വ അസിറു ഖൗലക്കും അബിജ്ഹറൂ ബി, നിങ്ങൾ വാക്ക് രഹസ്യമാവട്ടെ, പരസ്യമായി പറയട്ടെ. ഇന്നഹു അലീമും ബിദാത്തി സുദൂർ. അപ്പോ വാസറു, അവർ പതുക്കെ പറയുന്നു, രഹസ്യമായി പറയുന്നു. അന്നജ്വ, നജ്വ ഗൂഢാലോചന, ഗൂഢസംസാരം, രഹസ്യ സംസാരം. അപ്പൊ സ്വകാര്യ സംസാരം അവർ പതുക്കെ പറയുന്നു, അവർ അന്യോന്യം പതുക്കെ പറയുന്നു. ആരാണത് പറയുന്നത്? അല്ലദീന ളലമു, അക്രമികളായവർ, അക്രമം പ്രവർത്തിച്ചവരായ ആളുകളാണ് അവർ. ഗൂഢാലോചന രഹസ്യമായി അവർ പറയുന്നത്. എന്താ അവർ പറയുന്ന വാക്കെന്താ? അവർ പറയുന്ന വാക്കാണ് ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. അവർ നബിനെ പറ്റി അവർ പറയുന്നത് എന്താ? ഹൽ ഹാദാ. ഹൽ എന്ന ഉപയോഗിക്കാം അറബിയിൽ. ആണോ, ഉണ്ടോ, അല്ലേ എന്നൊക്കെ ചോദിക്കാനാണ് ഹല്ല്. അപ്പൊ ഹൽ ഹാദാ എന്ന് പറഞ്ഞാൽ ഇവനല്ലയോ എന്നാണ്. ഇവനല്ലേ എന്ന് പറഞ്ഞാൽ ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റി ഇവര് ഒരു കമന്റ് പറയാണ്, ഒരു ഡയലോഗ് അടിക്കണത്. ഇവനല്ലയോ ഇല്ലാ ബശറുൻ. ബശർ എന്താ? മനുഷ്യൻ. ഇവനൊരു മനുഷ്യൻ തന്നെയല്ലേ, ഇവനൊരു മനുഷ്യനല്ലേ. മിസ്ലുക്കും, മിസ്ല് പോലെ, മിസ്ലുക്കും നിങ്ങളെ പോലെയുള്ള. അപ്പോ ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. അവർ പറയുന്ന വാക്കെന്താണ്? ഇവൻ നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. എന്നിട്ട് അവർ പറയുന്ന അഫതൂന, അഫതൂന, എന്നിരിക്കെ നിങ്ങൾ ചെല്ലുകയാണോ, എന്നിരിക്കെ നിങ്ങൾ ചെല്ലുകയാണോ. അസ്സിഹർ, എവിടത്തേക്ക്? നമ്മൾ കഴിഞ്ഞ സൂറത്തു ത്വാഹയിൽ കുറെ സിഹർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആവർത്തിച്ചു വന്നൊരു പദം എന്താണ്? സിഹർ. ജാലവിദ്യ, മായാജാലം, കൺകെട്ട്. സിഹറിന് വേറെ അർത്ഥമുണ്ട്, എന്ത്? മാരണം അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മാരണത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ജാലവിദ്യയിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുകയാണോ. വഅൻതും, വഅൻതും നിങ്ങൾ, തുബ്സിറൂൻ, തുബ്സിറൂൻ കണ്ടുകൊണ്ടിരിക്കെ. അപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഇവന്റെ സിഹറിലേക്ക്, മാരണത്തിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ. ഇതാരാണ് ചോദിക്കുന്നത്? മക്കയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച അവിശ്വാസികൾ പ്രവാചകനെ പറ്റി പറയാണ്. അപ്പൊ ഇവരുടെ വാദം നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്, അവർ അന്യോന്യം രഹസ്യമായി പറയുന്ന ഒരു സംസാരമാണ് ഈ ഒരു സംസാരം. ഇയാളൊരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ ഇവരുടെ അവിശ്വാസികളുടെ വാദം എന്താ? നബിയാണെന്ന് അവർ നിഷേധിക്കാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയുമായി വന്നപ്പോൾ അവര് പറയുന്നത് ഇത് നമ്മളെ പോലുള്ള, നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. അപ്പൊ അവരുടെ വാദം എന്താ? ഒരു പ്രവാചകൻ എന്താകാൻ പറ്റൂല? മനുഷ്യനാകാൻ പറ്റൂല. അയാൾ എന്താവണം? വേറെന്തെങ്കിലും മലക്കോ മറ്റോ ആകണം, എന്നാലേ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് നമ്മളെപ്പോലെ അങ്ങാടിയിലൂടെ നടക്കുന്ന, ഇത് പല പ്രവാചകന്മാരുടെയും ആളുകൾ ചോദിച്ചാണ്. ഇയാള് യംശൂന ഫിൽ അസ്വാഖ്, അങ്ങാടിയിലൂടെ നടക്കുന്നു, നമ്മൾ കഴിക്കുന്ന പോലെ ഭക്ഷണം കഴിക്കുന്നു, ഇയാൾ നബിയോ? അപ്പൊ ഇവരുടെ ഇതൊരു പ്രത്യേക സംഗതിയായിട്ട് ഇതിങ്ങനെ കെട്ടിയിറക്കണം, നബി എന്ന പോളിസിയാണ് ഇവർ സ്വീകരിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് ഇയാൾ എന്നാണ് അവര്. അപ്പൊ വിശുദ്ധ ഖുർആൻ ഒരുപാട് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നു. ഇവര് അശ്രദ്ധയിലാണ്, ഇവരൊന്നും കേൾക്കുന്നില്ല, മനസ്സിലാക്കാൻ തയ്യാറല്ല, മാറാൻ തയ്യാറല്ല. അപ്പോ ഇവർ ഇതിനെ നബിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. അപ്പൊ ഹൃദയം അശ്രദ്ധയിലും ശരീരം കളിയുമായിട്ടാണ് ഇവർ ഇതൊക്കെ കേൾക്കുന്നത്. എന്നിട്ടാണ് ഇവർ ചോദിക്കുന്നത്, നിങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ, എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇയാളൊരു മനുഷ്യനാണെന്ന് അറിഞ്ഞിരിക്കെ,
അല്ലെങ്കിൽ ഇതൊരു സിഹറാണ്, മാരണമാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കെ നിങ്ങൾ ഇതിലേക്ക് ചെല്ലുകയാണോ? അപ്പൊ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുമ്പോൾ ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അവരെ നോക്കി ഇവർ പറയാണ്, ഈ അവിശ്വാസികളായ ആളുകൾ പറയാണ്. ഇനി അടുത്ത ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി ഇവിടെ നമ്മളൊരു പുതിയ പദമായിട്ട് നമ്മൾ പഠിക്കുന്നത് ലാഹിയത്തൻ എന്നൊരു പദമാണ്. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ പല സമയത്തായിട്ട് ഖുർആൻ പഠിതാക്കൾ പഠിക്കുന്ന പദങ്ങളാണ്. ലാഹിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, അശ്രദ്ധമായി എന്നാണ് അർത്ഥം, അശ്രദ്ധമായി. ഇനി അടുത്ത ആയത്തിൽ ഇതിന്റെ ഒരു പ്രതികരണം, അവിശ്വാസികൾ പറയുന്ന ഈ ഗൂഢമായ സംസാരത്തിന് ഒരു പ്രതികരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്. തഫ്സീറിൽ കാണാം, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു. ആര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില മുഫസ്സിറുകൾ പറയുന്നത് പറയാൻ വേണ്ടി കൽപ്പിച്ചതാണ്. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ഖിറാഅത്തുണ്ട്, കുൽ റബ്ബി, അങ്ങനെ ഒരു ഖിറാഅത്തും നമുക്ക് കാണാൻ സാധിക്കും. കുൽ റബ്ബി, അങ്ങനെയാണെങ്കിൽ നബിയെ പറയുക എന്ന് പറഞ്ഞിട്ട് നബിയുടെ വാചകം കൊടുത്തു. ഖാല എന്ന് പറഞ്ഞാൽ കൽപ്പനയല്ല, അവിടെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു റബ്ബി. റബ്ബി എന്ന് പറഞ്ഞാല് എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ്. നമുക്കറിയാം, ഒരു പദത്തിലൂടെ യാ ഇടുന്നതോടുകൂടി എന്റെ എന്നുള്ള ഒരു അർത്ഥം കിട്ടും. ഇപ്പോ കിതാബുൻ, കിതാബി എന്ന് പറഞ്ഞാല് എന്റെ കിതാബ്. ഇപ്പൊ കലമുൻ, കലമീ എന്ന് പറഞ്ഞാല് എന്റെ പേന, അല്ലെ? ഇപ്പൊ ജബ്ബാൽ, മൊബൈല്, ജബ്ബാലി എന്ന് പറഞ്ഞാല് എന്റെ മൊബൈല്. ഇപ്പൊ റബ്ബി, എന്റെ റബ്ബ്, എന്റെ റബ്ബ്. അപ്പൊ എന്റെ റബ്ബ് യഅലമു, അവൻ അറിയും, അവൻ അറിയും. അൽ ഖൗല, ഖൗല എന്താണ്? വാക്ക്, സംസാരം, പറയുന്നത്. അപ്പൊ എന്റെ റബ്ബ് വാക്കുകൾ അറിയും, സംസാരങ്ങൾ അറിയും. ഫിസ് സമായി, ആകാശത്തു വെച്ചും, വൽ അർദി, ഭൂമിയിലും, വഹുവ, അവനാകട്ടെ അസ്സമീ, എല്ലാം കേൾക്കുന്നവനാണ്, അൽ അലീം, എല്ലാം അറിയുന്നവനുമാണ്. അപ്പൊ നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ഖാല റബ്ബി യഅലമുൽ ഖൗല ഫിസ് സമാഇ വൽ അർദ്. എന്റെ റബ്ബ് ആകാശത്തും ഭൂമിയിലും പറയപ്പെടുന്നതെല്ലാം അറിയും എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന, ആകാശത്തും ഭൂമിയിൽ നടക്കുന്ന ചെറുതും വലുതുമായ ഏതൊരു സംസാരവും എന്റെ റബ്ബ് അറിയും. അപ്പൊ ഏതറിയുന്നാണ് പറയുന്നത്? ഇവരിങ്ങനെ ഗൂഢമായി സംസാരിക്കുന്ന, അന്യോന്യം പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഇതൊക്കെ ആരറിയുന്നുണ്ട്? പടച്ചോൻ അറിയുന്നുണ്ട്. ഇവര് സ്വകാര്യമായിട്ടാണ് ഇങ്ങനെ ഈ കുശു വർത്താനം പറയുന്നത്. പക്ഷെ ഇവർ സ്വകാര്യമാക്കുന്നതും അള്ളാഹ്ക്ക് എന്താണ്? അള്ളാഹ്ക്ക് സ്വകാര്യം ഇല്ലല്ലോ. ആ സ്വകാര്യത പോലും അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? അറിയുന്നുണ്ട് എന്നതാണ്. അപ്പോ ഇവർ സ്വകാര്യമായി നബി മനുഷ്യനാണെന്ന് പറയുന്നതും നബി മാരണക്കാരനാണ്, സാഹിറാണെന്ന് പറയുന്ന സംസാരമൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിന് നല്ല ബോധ്യമുണ്ട്. അതാണ് ഈ ആയത്ത് ഇങ്ങനെ അവസാനിപ്പിച്ചത്, വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും അവനെല്ലാം അറിയുന്നവനുമാകുന്നു. അപ്പോ അതിനെപ്പറ്റി അള്ളാഹ്ക്ക് നല്ല ബോധ്യമുണ്ട്. ഇവർ പറഞ്ഞുണ്ടാക്കുന്ന, കളിയാക്കുന്ന വിഷയങ്ങളൊക്കെ ആരറിയുന്നുണ്ട്? അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹുവിന് നല്ല ബോധ്യമുണ്ട് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? പ്രവാചകനോട് ഇവരോട് പറയാൻ വേണ്ടി എന്ത് ചെയ്തത്? പറഞ്ഞത്. എന്നീ അടുത്ത ആയത്തില് പ്രവാചകനെ പറ്റി ഇവര് പറയുന്ന ചില ആരോപണങ്ങൾ എന്താണ്? ഇവർ പറയുന്ന ചില വാദങ്ങൾ, പ്രവാചകനെ പറ്റി ഇവരുടെ ചില സംസാരം എന്താ? അതാണ് 5-ാമത്തെ ആയത്തിൽ ബൽ, അങ്ങനെയല്ല, അല്ലെ പക്ഷേ, എന്നാൽ എന്നൊക്കെയാണ് അർത്ഥം. ഖാലൂ, ഖാലൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ്? അവർ പറയുന്നു. ആരാണ് അവർ? ഈ സത്യനിഷേധികളാണ്. ഈ സത്യനിഷേധികൾ പറയാണ് അൽഗാസു അഹ്ലാം, അതൊരു പദമാണ്, അഹ്ലാസു, അൽഗാസു അഹ്ലാം. എന്താ അർത്ഥം? ദുസ്വപ്നങ്ങൾ എന്നാണ് അർത്ഥം. നമ്മളൊരു പുതിയ വേർഡ് ഇപ്പൊ ഈ കഴിഞ്ഞ ആയത്തിൽ ഒക്കെ നമ്മൾ പരിചയമുള്ള പദങ്ങൾ തന്നെയാണ്. ഈ 4-ാമത്തെ ആയത്തിൽ, 5-ാമത്തെ ആയത്തിൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കും അൽഗാസു അഹ്ലാം എന്ന് പറഞ്ഞാല് പാഴ്ക്കിനാവുകൾ. പാഴ്ക്കിനാവ് എന്ന് പറഞ്ഞാൽ ദുസ്വപ്നങ്ങൾ. അപ്പൊ ഇവര് പറയുന്നത് എന്താണ്? അവര് പറയാൻ, സത്യനിഷേധികൾ പറയാണ്, എന്തിനെ പറ്റിയിട്ടാണ് ഇവർ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവർക്ക് നൽകുന്ന ഖുർആനിക വചനങ്ങളെ പറ്റി, ഉപദേശങ്ങളെ പറ്റി, വഹീനെ പറ്റി ഈ സത്യനിഷേധികൾ പറയാണ് ഇത് അൽഗാസു അഹ്ലാമാണ് എന്ന് പറഞ്ഞാല് ദുസ്വപ്നം കണ്ടിട്ട് അതിങ്ങനെ വിളിച്ചു പറയാണ്. ആര്? നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുസ്വപ്നം കണ്ടിട്ട് ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ വിളിച്ചു പറയാണ് എന്നാണ് ഇവരുടെ ഒരു ആരോപണം. തീർന്നില്ല. ഈ ഒരു ആരോപണത്തിൽ എല്ലാവരും കൂടി ഐക്യമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. ഇവർക്ക് കുറെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഇതിൽ. അടുത്ത് നോക്കിയേ, ബലിഫ്തറാഹു,
എന്നാൽ അതല്ല, ഇഫ്തറാഹു, അവൻ അത് കെട്ടിച്ചമച്ചതാണ്. മറ്റൊരു അഭിപ്രായമാണ് അവർ സത്യനിഷേധികളുടെ മറ്റൊരു വാക്കാണ് എന്ത്? ഇഫ്തറാഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തതാണ്? കെട്ടിച്ചമച്ചതാണ്, കെട്ടിപ്പറയുന്നതാണ് എന്ത്? ചില കാര്യങ്ങൾ. ബൽ, അതുമല്ല, ഹുവ ഷാഇർ. ഷാഇർ എന്ന് പറഞ്ഞാൽ എന്താ? ഷിഅർ എന്ന് പറഞ്ഞാൽ കവിത. ഷാഇർ കവി, കവി എന്നാണ്. അപ്പോ അതുമല്ല, ഒരു കവിയാണ്. ആര്? ഈ മുഹമ്മദ് ഉണ്ടല്ലോ, മുഹമ്മദ് എന്താണ്? ഒരു കവിയാണ്, നബിയൊന്നുമല്ല. ഒന്നുകിൽ ഇത് ദുസ്വപ്നം ഇങ്ങനെ വിളിച്ചു പറയാണ്, അല്ലെങ്കിൽ കെട്ടിച്ചമച്ച് പറയാണ്, അല്ലെങ്കിൽ അതുമല്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? കവിയാണ്. അപ്പൊ കവി ഇങ്ങനെ കവിത ഒക്കെ പറയല്ലോ, അതുപോലത്തെ ഒരു കവിതയാണ്, കവിയുടെ വർത്തമാനങ്ങളാണ്. എന്നിട്ട് അവര് പറയാണ് ഫല്യഅ്തിനാ, ഫല്യഅ്തിനാ, എന്നാൽ അവൻ നമുക്ക് കൊണ്ടുവരട്ടെ. ഈ നിഷേധങ്ങളൊക്കെ പറഞ്ഞിട്ടും ആരോപണങ്ങളൊക്കെ പറഞ്ഞിട്ടും അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവരിനി അടുത്ത അവസാനം പറയാണ് ഫല്യഅ്തിന, ഇവൻ നബി ആണെങ്കിൽ എന്ത് ചെയ്യട്ടെ, എന്നാൽ അവൻ നമുക്ക് കൊണ്ടുവരട്ടെ. എന്ത് കൊണ്ടുവരട്ടെ? ബി ആയത്തിൻ, ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരട്ടെ എന്നാണ്. നമ്മൾ സൂറത്ത് ത്വാഹയിലെ അവസാനത്ത് പഠിച്ചിരുന്നു. ഇതിന് സമാനമായ ഒരു ആശയം. ഒരായത്ത് കൊണ്ടുവരട്ടെ എന്നാണ്. ഈ നബി ആണെങ്കിൽ ഒരായത്ത് കൊണ്ടുവരട്ടെ. ഫല്യഅ്തിന, എന്നാൽ അവൻ നമുക്ക് കൊണ്ടുവരട്ടെ. ബി ആയത്തിൻ, ഒരു ദൃഷ്ടാന്തത്തെ. കമാ, കമാ എന്ന് പറഞ്ഞാല് പോലെ. ഉർസില, അയക്കപ്പെട്ടു. അപ്പൊ കമാ ഉർസില, അയക്കപ്പെട്ടതുപോലെ. അൽ അവ്വലൂൻ, അവ്വലൂൻ മുൻ പ്രവാചകന്മാർ, ആദ്യ കാലഘട്ടം, മുൻകാലത്തുള്ള പൂർവികന്മാരായ പ്രവാചകന്മാർ കൊണ്ടുവന്നതുപോലെ, അയക്കപ്പെട്ടതുപോലെയുള്ള ഒരായത്ത് ഇവൻ നമുക്ക് കൊണ്ടുവരട്ടെ എന്നാണ് ഇവരുടെ ചോദ്യം. അപ്പൊ വിഷയം വ്യക്തമാണ്. അപ്പൊ നമ്മളെ ഈ 3-4 ആയത്തുകളും അതിന്റെ ഒരു പശ്ചാത്തലം എന്നുള്ളത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹിയുമായി നുബുവത്ത് കിട്ടി മക്കയിലേക്ക് വന്നപ്പോൾ ആ ആളുകളുടെ ചില ആരോപണങ്ങളാണ്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഈ 5-ാമത്തെ ആയത്തുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഇവർക്ക് ഖുർആൻ അവതരിച്ചു കൊടുത്തപ്പോ അതിവർ കേട്ടില്ല, അത് അനുസരിച്ചില്ല, അത് അലംഭാവത്തോടുകൂടി അതിനെ സമീപിച്ചു എന്ന് മാത്രമല്ല, ഇവർ അതിനെ നിഷേധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമ്മളിപ്പോ ഒരു സംഗതിനെ കേൾക്കാതിരിക്കുക എന്നതിനേക്കാളും ഗൗരവമാണ് എന്ത്? ഒരു സംഗതിനെ നിഷേധിക്കാം, അല്ലെ? രണ്ടാണ്. ഇപ്പൊ ചില സുന്നത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾ സുന്നത്ത് എടുക്കുന്നില്ല, പക്ഷെ അതിനൊരാൾ നിഷേധിച്ചാലോ പരിഹസിച്ചാലോ അതിന്റെ വകുപ്പ് മാറി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞപ്പോ താടി നീട്ടി വളർത്തുക. അപ്പൊ ഒരാൾ അങ്ങനെ ചെയ്യുന്നില്ല, അയാൾക്ക് അതിന് പറ്റണില്ല, അയാൾ അങ്ങനെ പോകുന്നു. പക്ഷെ അയാൾ താടി നീട്ടിയ ഒരാളെ പരിഹസിച്ചാലോ അത് വകുപ്പ് മാറി, അത് കുഫറിലേക്ക് എത്തും. കാരണം ഇത് എവിടത്തേക്കാ പോകുക? ഇത് വഹി ഇറക്കിയ പ്രവാചകനിലേക്കും അള്ളാഹുവിലേക്കും എന്ത് ചെയ്യും? ആ പരിഹാസം പോകും. അപ്പൊ ഒരാള് ചെയ്യുന്നില്ല എന്നുള്ളതല്ല, അതിനെ നിഷേധിക്കുക എന്നുള്ളത് ഗൗരവപ്പെട്ട കാര്യം. അപ്പൊ ഇവർ ഇതിനെ ഗുരുതരമായ തെറ്റാണ്, നബിയെ നിഷേധിക്കുകയും നിന്ദിക്കുകയും ചെയ്തു. ഇനി ഇവർ തമ്മിൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ആ നിൽക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. വലിയ അഭിപ്രായ വ്യത്യാസം അവർക്കിടയിലുണ്ട്. അവരൊന്നു പറഞ്ഞത് ഇയാൾ ഷാഇറാണ്, ഖുർആൻ പലയിടത്തും ഇത് പറയുന്നുണ്ട്, ഇയാൾ ഒരു ഷാഇറാണ്. പിന്നെ ഇവർ പറയുന്നത് സാഹിറാണ്. പിന്നെ ഇയാൾ പറയുന്നത് കാഹിനാണ്. അതിവിടെ പറഞ്ഞിട്ടില്ല. കാഹിൻ എന്ന് പറഞ്ഞാൽ എന്താ? ജ്യോത്സ്യൻ. പിന്നെ ഇവർ പറയുന്നത് കാല അസാതീറുൽ അവ്വലീൻ, ഇത് പഴംപുരാണങ്ങളാണ്, കെട്ടുകഥകൾ ഇങ്ങനെ പറയാണ് നബി. അതേപോലെ തന്നെ അവർ പറഞ്ഞതാണ് ഈ ആയത്തില് അൽഗാസു വഹ്ലാം, അൽഗാസു വഹ്ലാം ദുസ്വപ്നങ്ങളാണ്. അങ്ങനെ ഇവർക്ക് തന്നെ ഒരു യോജിപ്പില്ലാത്ത അവസ്ഥ. അപ്പോ പ്രവാചകനല്ലെങ്കിൽ പിന്നെ എന്ത്? അത് സ്ഥാപിക്കണല്ലോ ഇവർക്ക്. അതാണ് ഈ പറയുന്നത്. ഇപ്പോ ആദ്യം പറഞ്ഞു വെച്ചു ഇയാളൊരു പ്രവാചകനല്ല, നബിയല്ല എന്നൊക്കെ പറഞ്ഞു. പ്രവാചകനല്ലെങ്കിൽ ഇത് പിന്നെ എന്താ? അത് പറയണല്ലോ. അത് പറയാനാണ് ഇവർ ശ്രമിക്കുന്നത്. ദുസ്വപ്നാണ്. പിന്നെ ചിലയിടത്ത് കാണാം ഈ ഷെയ്ത്താൻ, മുഹമ്മദിന്റെ പിന്നിൽ ഒരു ഷെയ്ത്താൻ ഉണ്ട്. ആ ഷെയ്ത്താൻ ചിലതൊക്കെ നബിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് മുഹമ്മദിന്. അതെങ്ങനെ നമ്മളോട് വന്ന് പറയാണ്. അപ്പൊ ഇവർക്കിടയിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ഒരു സംഗതിയാണ് എന്ത്? പ്രവാചകൻ പറയുന്നത് എന്താണ്? ഒരു വാദത്തിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഉറച്ചു നിൽക്കുന്നില്ല. അതിനുവേണ്ടിയാണ് ഇവർ ന്യായങ്ങൾ പറയുന്നത്. അപ്പൊ ഇതിനൊന്നും വകുപ്പില്ല എന്ന് കണ്ടപ്പോ, ഇതിനൊന്നും വകുപ്പില്ല, ആളുകൾ ഇങ്ങനെ ഇതൊക്കെ സ്വീകരിക്കുന്നു എന്ന് കണ്ടപ്പോ അവരുടെ ഒരു വെല്ലുവിളിയായിരുന്നു എന്ത്? ഫല്യഅ്തിന ബി ആയത്തിൻ, ഇയാൾ ഒരു നബി ആണെങ്കിൽ നമുക്ക് വല്ലതും ആയത്ത് കൊണ്ടുവരട്ടെ. എന്താ ഉദ്ദേശം? ആയത്ത് കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താ? ഒരു അത്ഭുതകരമായ ഒരു സംഗതി എന്ത് ചെയ്യണം? നബി കാണിക്കണം. നബിയാണെന്നുള്ളതിന് തെളിവ്. അപ്പോ ഫോർ എക്സാമ്പിൾ സ്വാലിഹ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു?
ഒരു രോമാവൃതമായ ഒട്ടകത്തെ പാറന്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവന്നല്ല. അപ്പൊ അതുപോലെ മുഹമ്മദ് എന്താണ് കൊണ്ടുവരാത്തത്? കൊണ്ടുവന്ന ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ വിശ്വസിക്കാം. ഇവര് വിശ്വസിക്കുമോ? അടുത്ത ആയത്തുകൾ അല്ലാഹ് പറയുന്നുണ്ട്, അവര് വിശ്വസിക്കൂല. കഴിഞ്ഞ തലമുറകളിലൊക്കെ ഇങ്ങനെ അത് കൊണ്ടരി ഇത് കൊണ്ടരി അങ്ങനെ ആക്കിയാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഒരു റുക്കാന എന്ന് പറഞ്ഞിട്ടുള്ള ജസീറത്തുൽ അറബിൽ ഒരു മല്ലനായ ഒരാളുണ്ട്. ഭയങ്കര ഗുസ്തിയൊക്കെ കളിക്കുന്ന ഒരാൾ. അയാളെ തോപ്പിക്കാൻ മലത്തിയിടാൻ ഒരാൾക്കും പറ്റൂല. അയാളൊരിക്കല് ഇങ്ങനെ കുറെ ആടുകളെയും കൊണ്ട് നബിന്റെ മുമ്പ് കൂടെ നടന്നു പോകുമ്പോൾ നബി ദഅവത്ത് നടത്തി. നല്ലൊരു ഏരേനെയാണ് കിട്ടിയത്. അയാൾ ഇസ്ലാം സ്വീകരിച്ച വലിയ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും നാട്ടിൽ. അപ്പൊ നബി ദഅവത്ത് നടത്തി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ഇസ്ലാം സ്വീകരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പൊ അയാൾ ഒരു നിർദ്ദേശം വെച്ചു, നിങ്ങൾ ആ കാണുന്ന മരം, ഇത് സ്വഹീഹ് ഹദീസിലുള്ള ആ കാണുന്ന മരത്തെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ എന്ത് ചെയ്യാം? ഇസ്ലാം സ്വീകരിക്കാം. അപ്പൊ അയാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അപ്രാപ്യമായ ഒരു കാര്യമാണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. നബി അള്ളാഹുവിന്റെ വഹീന്റെ ദ്വാഇന്റെ അടിസ്ഥാനത്തിൽ ഒരു മുഅ്ജിസത്തായി സംഭവിച്ചു. നബി ആ മരത്തോട് വരാൻ വേണ്ടി പറഞ്ഞു. മരം ആ മണ്ണുകൾ നീട്ടി അതിലൂടെ ഇങ്ങനെ മരം മുന്നിൽ വന്നു നിന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, അസ്ലിം, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ അയാൾ സ്വീകരിച്ചില്ല. അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊന്നും ഇത് കണ്ടാലും സ്വീകരിക്കില്ല. അതൊരു ഒരിക്കലും നടക്കാത്തൊരു കാര്യം ഇങ്ങനെ മുമ്പിൽ വെച്ചിട്ട് പറയല് മാത്രമാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാം? ഈ മരം അതുപോലെ അവിടെ തന്നെ കൊണ്ടുപോയി ഞാൻ എന്ത് ചെയ്യാം? ഇസ്ലാം സ്വീകരിക്കാം. രണ്ടാമതും അയാൾ പറയാം, നബി അതുപോലെ നീ വന്നിടത്തേക്ക് പോവുക എന്ന് മരത്തോട് പറയുന്നു. ആ മരം അവിടെ പോയി നിൽക്കുന്നു. ഇതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസാത്തുകളിൽ പെട്ടതാണ് ഈ സംഭവം എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയാണ്. പിന്നെ അയാൾ മൂന്നാമതൊരു ഓപ്ഷൻ വെക്കാണ്, നിങ്ങൾ എന്നെ മലത്തിയിടാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? അതായത് ഗുസ്തി കളിച്ചിട്ട് എന്നെ മല്ലിട്ടിട്ട് നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. റസൂൽ പറഞ്ഞു, ഓക്കെ. റസൂലും ഇയാളും എന്ത് ചെയ്തു? ഗുസ്തി കളിച്ചു. അങ്ങനെ വളരെ ഞൊടിയുടെ നേരം കൊണ്ട് ഇയാളെ മലത്തി റസൂൽ ഇട്ടു. റസൂൽ വളരെ ഖുവ്വത്തുള്ള ആളായിരുന്നു എന്ന് നമുക്ക് ഇതിൽ കാണാം. മൂസാ നബി അലൈഹി സ്വലാമിയെ പോലെ നല്ല ശക്തിയുള്ള ആളായിരുന്നു. ഇയാളെ മലത്തിയിട്ടു. ജസീറത്തുൽ അറബിൽ ഒരാൾക്കും പറ്റാത്തൊരു സംഗതിയാണ്. അപ്പൊ നമ്മളെ കുട്ടികൾ ചോദിക്കണ മാതിരി അയാൾ ചോദിച്ചു, ഇനിയും കളിക്കുണ്ടോന്ന് ചോദിച്ചു. അങ്ങനെ 3 തവണ റസൂലുള്ള ക്ഷണനേരം കൊണ്ട് ഇയാളെ മലത്തിയിട്ടു. റസൂൽ പറഞ്ഞു, അസ്ലിം, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് എന്താണ്? നിങ്ങളെ തോപ്പിച്ച് നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതാണ്. ഇസ്ലാം സ്വീകരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അയാൾ അതിന് കൂട്ടാക്കിയില്ല. അവർ 2 നിബന്ധനയായിരുന്നു വെച്ച്, ഒന്നുകിൽ ഞാൻ ഇസ്ലാം സ്വീകരിക്കും, അല്ലെങ്കിൽ ഈ ആടുകളൊക്കെ എന്ത് ചെയ്യും? മുഹമ്മദിന് തരുന്നതാണ്. റസൂൽ പറഞ്ഞു, ഒന്നുകിൽ ഇസ്ലാം സ്വീകരിക്കാം, അല്ലെങ്കിൽ ഈ കണ്ട ആടിനൊക്കെ എന്ത് ചെയ്യണം? എനിക്ക് തരണം. അപ്പൊ ഇയാൾ ചോദിക്കാണ്, തിരിച്ചിട്ട് റുക്കാനെ ചോദിക്കാണ്, ഈ ആടുകളൊക്കെ കൊണ്ടുപോയിട്ട് മക്കത്തുനിന്ന് ഇത് എവിടുന്ന് കിട്ടിയാണെന്ന് ചോദിച്ചാൽ നീ എന്താ പറയാ? അപ്പൊ നബി പറഞ്ഞു, ഞാനിങ്ങനെ റുക്കാനെ അയാളായിട്ട് മത്സരം കളിച്ചിട്ട് അയാളെ തള്ളിയിട്ടിട്ട് എനിക്ക് അതിന്റെ പാരിതോഷികമായിട്ട് കിട്ടിയതാണ് എന്ന് പറയും. അപ്പൊ അയാൾ പറയാണ്, അത് എന്നെ സംബന്ധിച്ചോട് ഭയങ്കര നാണക്കേടുള്ള കാര്യമാണ്, എന്നെ തള്ളിയിട്ട്. അപ്പൊ അത് നിങ്ങൾ പറയരുത്, ഞാൻ അത് വേറെ എന്തെങ്കിലും കിട്ടിയതാ നിങ്ങൾ പറയാം, ഒരു കളവ് പറയണം. റസൂൽ പറഞ്ഞു, നിന്നെ തോൽപ്പിക്കുകയും ചെയ്ത് എനിക്ക് വേണ്ടി ഒരു കളവും ഞാൻ പറയണം. അവസാനം റസൂൽ അയാളോട് പറയണേ, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ വിടുകയാണ്. നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാൾ ആടുകളായിട്ട്, നിന്റെ ആടിനും ഞാൻ എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെടുത്തുന്നില്ല, നീ എന്തായാലും തോറ്റ്, നീ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അയാളെ വിടുകയാണ്. പക്ഷെ അയാൾ തിരിച്ചു പോകുമ്പോൾ അയാളുടെ ഒരു നല്ല മനസ്സ് അയാൾ പറയുന്നുണ്ട്, ഇതെത്ര മാന്യനായ ഒരു വ്യക്തിയാണ് ഇയാൾ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ചരിത്രത്തിൽ ഇതേ വ്യക്തിയെ മക്കം ഫത്തഹിൽ പ്രവാചകന്റെ അടുക്കലേക്ക് ഈ റുക്കാന വരുന്നുണ്ട്. അദ്ദേഹം അന്നാണ് ഷഹാദത്ത് ചൊല്ലുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലി അദ്ദേഹം ഷഹാദത്ത് ചൊല്ലി. അന്ന് അദ്ദേഹം പറയുന്നുണ്ട്, അന്ന് നിങ്ങളുടെ ആ മനസ്സും അന്ന് എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഇതുണ്ടായി, പക്ഷെ എനിക്കത് അവിടെ പ്രഖ്യാപിക്കാൻ എനിക്ക് എന്ത് ചെയ്തില്ല, പറ്റിയില്ല എന്നാണ്. അപ്പൊ ഈ ആയത്താണ് ഇവർ ചോദിക്കുന്നത്. അപ്പൊ ഈ ആയത്ത് ഒരുപാട് സംഭവങ്ങൾ ഇത് കൊണ്ടുവന്നാൽ അവർ വിശ്വസിക്കുമോ ഇല്ല എന്നത് പല സന്ദർഭങ്ങളിൽ പല ഉമ്മത്തുകൾ തെളിയിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കുകയില്ല എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഹൽ ഹാദാ ഇല്ലാ ബശറുൻ, ഇവിടെ ഹാദാ എന്ന് പറഞ്ഞാൽ അവിടെ ഭാഷാപരമായ ഒരു കാര്യം, ഹാദാ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഹാദാ ഹാദിഹി. ഹാദാ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് എന്നാണ് അർത്ഥം. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയണ ദിസ് അല്ലെ, നമ്മള് ദിസ് ഈസ് എ പെൻ. അറബിയിൽ ഇതൊരു പെന്നാകുന്നു എന്നെങ്ങനെയാണ് പറയാ? ഇതൊരു പെന്നാകുന്നു. ഹാദാ കലമുൻ എന്നാണ് അല്ലെ. ഇതൊരു ആൺകുട്ടിയാകുന്നു എങ്ങനെയാണ്? ഹാദാ വലദുൻ.
ഇനി പെണ്ണാണെങ്കിൽ ഹാദ എന്താകും? ഹാദിഹി എന്നാകും. അപ്പൊ ഇതൊരു പെൺകുട്ടിയാണെന്ന് അറബിയിൽ എങ്ങനെ പറയും? ഹാദിഹി ബിൻതുൻ, ഹാദിഹി ബിൻതുൻ. അതേപോലെ ഇവിടെ അതുകൊണ്ടാണ് ബഷർ എന്താണ്? മുദക്കറാണ്, പുല്ലിംഗാണ്. അപ്പൊ ഹാദ ബഷറുൻ, ഹാദ ബഷറുൻ. കലമ് മുദക്കറാണ്, പുല്ലിംഗാണ്. അപ്പൊ ഹാദ കലമുൻ. ഇനി ഇതൊരു മദ്രസയാകുന്നു, എങ്ങനെ പറയാ? മദ്രസത്തുൻ എന്നുള്ളത് മുഅന്നസ് ആയിട്ടാണ്, സ്ത്രീലിംഗായിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ എന്താ പറയൂ? ഇതൊരു മദ്രസയാണെന്ന്. ഹാദിഹി മദ്രസത്തുൻ, ഇതൊരു മദ്രസയാകുന്നു, ഇതൊരു മദ്രസയാകുന്നു. അപ്പൊ ഹാദ മുദക്കർ പുല്ലിംഗത്തിനും ഹാദിഹി മുഅന്നസ് സ്ത്രീലിംഗത്തിനാണ് എന്ത് ചെയ്യാ ഭാഷയിൽ ഉപയോഗിക്കുക. ഇപ്പൊ ഒരാള് ഹാദാ ബിന്തു എന്ന് പറഞ്ഞാല് അത് ഭയങ്കര തെറ്റാണത്. ഇതൊരു പെൺകുട്ടിയാണെന്ന് ഹാദ ഉപയോഗിച്ച് പറയാം. അപ്പൊ ഹാദിഹി മുഅന്നസിന് ഹാദ മുദക്കറിനാണ് എന്ത് ചെയ്യുക ഉപയോഗിക്കുക. അപ്പൊ ദിസ് അറബി അല്ല ഇംഗ്ലീഷില് ദിസ് എന്ന് വരുന്ന ഇത് എന്ന വരുന്ന ഒരു പദമാണ് ഹാദ. അതാണ് ഹാദ ബശറുൻ, ഹാദ ഇല്ല ബശറും മിസ്ലുക്കും എന്നുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മള് 3 ആയത്തുകളാണ് എടുത്തത്. 3, 4, 5 ആയത്തുകളാണ് എടുത്തത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇനി ഈ ആയത്തുകൾ അവർക്ക് കൊണ്ടുവരപ്പെടാതെ. നമ്മളിത് സൂറത്ത് ത്വാഹയിൽ നമ്മൾ 133-ാമത്തെ ആയത്ത്, നിങ്ങളൊന്ന് ജസ്റ്റ് ബാക്കിലേക്ക് മറിച്ചാല് 133-ാമത്തെ ആയത്തില് നമ്മളിത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖുർആൻ ക്ലാസ്സിൽ, ആ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഇത് ഓർമ്മ ഉണ്ടാകും. വഖാലൂ ലൗലാ യതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി അവലം തഅതിഹിം ബയ്യിനതു മാ ഫിസ് സുഹുഫിൽ ലൂലാ. എന്താണ് അവർ ചോദിച്ചത്? ലൗലാ യതീനാ ബിആയത്തിൻ മിർ റബ്ബിഹി. അവർ പറഞ്ഞു, ഈ പ്രവാചകൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് തന്റെ റബ്ബിന്റെ അടുക്കൽ നിന്നൊരു ദൃഷ്ടാന്തം കൊണ്ടുവരുന്നില്ല? അവരുടെ ചോദ്യമാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്കൊരു ദൃഷ്ടാന്തം കൊണ്ടുവരുന്നില്ല? അത് കൊണ്ടുവന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? വിശ്വസിക്കും. അപ്പൊ സ്വാലിഹ് നബി ഒട്ടകത്തെ കൊണ്ടുവന്നതുപോലെ, ഈസാ നബി അലൈഹി സ്വലാം പല അത്ഭുതങ്ങൾ കാണിച്ചതുപോലെ, മൂസാ നബി വടിയിട്ട് പാമ്പാക്കിയതുപോലെ അങ്ങക്ക് എന്ത് ചെയ്യണം? എല്ലാവർക്കും കാണുന്ന ഒരായത്ത്. അപ്പൊ ഇതൊക്കെ അവസാനത്തെ വളവാണിത്. ആദ്യം കുറെ അതാണ് ഇതാണെന്നൊക്കെ പറയാം, എന്റെ അവസാനം പറയുന്നത് ഇനിയൊരു നബി ആണെങ്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരായത്തോണ്ടിരണം. അപ്പൊ ഇതിങ്ങനെ കുറെ സംഗതികൾ പറഞ്ഞ് അതിന്റെ ഉള്ളിൽ കൂട്ടാണ്. ഇപ്പൊ നമുക്കറിയാം ഈ ഷാഇർ, കാഹിൻ എന്നൊക്കെയുള്ള പദം നമുക്ക് സൂറത്തുൽ ഹാഖയിൽ ഇതുമായി ബന്ധപ്പെട്ട ആയത്ത് കാണിച്ച മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ശരിക്കും ഇസ്ലാം സ്വീകരിക്കുന്നത് ഏത് സൂറത്താണ്? പൂർണ്ണമായിട്ട് സൂറത്തു ത്വാഹ കേൾക്കുമ്പോഴാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. എന്നാല് നമുക്ക് ഈ ഉമർ റളിയല്ലാഹുവിന് അതിനു മുമ്പ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? മനസ്സൊന്നിങ്ങനെ പാകപ്പെട്ട് വരുന്ന ചില സന്ദർഭങ്ങൾ ചരിത്രത്തിലുണ്ട്. അതിൽ സൂറത്തുൽ ഹാഖയിൽ അവസാന ഭാഗത്തിന്റെ ഉമർ റളിയല്ലാഹു ഒരിക്കൽ ഈ അങ്ങാടികളിലാണ് ഈ കുറച്ചൊക്കെ ഇങ്ങനെ ഒരു ഇതുള്ള ആളുകൾ ഇങ്ങനെ, പിന്നെ നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ ജാഹിലിയത്ത് അറിയാലോ. അപ്പൊ ഈ സൂക്കിൽ വന്നിരിക്കും. അപ്പൊ ഒരിക്കൽ വന്നപ്പോ ആരും എത്തിയിട്ടില്ല, ഉമർ റളിയല്ലാഹുവിന്റെ ടീം ആരും എത്തിയിട്ടില്ല. അപ്പൊ ഇവര് മദ്യപാനവും മറ്റൊക്കെ ആയിട്ട് അങ്ങാടികളിൽ ഇങ്ങനെ നിൽക്കണ ആരും എത്തിയിട്ടില്ല. ആ സമയത്താണ് അദ്ദേഹത്തിന് തോന്നുന്നത് മുഹമ്മദിന്റെ ഖുർആൻ ഒന്ന് കേൾക്കണം. അങ്ങനെ പള്ളിന്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഖുർആൻ ഓതുന്ന കേൾക്കണം. അന്ന് സൂറത്തുൽ ഹാഖ ഒളിച്ചു നിന്നിട്ടാണ് ആര് കേൾക്കണത്? ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കണത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ അതിങ്ങനെ ഓതുന്നു. അത് ഓതുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്ന ഈ ആയത്ത് പിന്നെ സൂറത്തുൽ ഹാഖയിൽ കാണാം. അതിങ്ങനെ ലയിച്ചിങ്ങനെ പോവുകയാണ് ആര്? ഉമർ റളിയല്ലാഹു അൻഹു. അവരുടെ അവസാന ഭാഗത്ത് കാണാം, ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ വമാ ലാ തുബ്സിറൂൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ആ ആയത്ത് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് പറയാണ്, ഇയാളൊരു കവിയാണ്. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, ഇയാള് ഒരു കവിയാണ്. ആയത്ത് പറയുമ്പോ ഇതൊരു മാന്യനായ റസൂലിന്റെ വാക്കുകളാണ് എന്ന് പറയുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ് എന്ത്? മനസ്സുകൊണ്ട് ഇയാളൊരു കവി തന്നെ. അടുത്ത ആയത്ത് എന്താ? ഹാഖയില് സൂറത്തു ഹാഖ എടുത്ത് നിങ്ങൾക്ക് കാണാം. റസൂലുള്ള അടുത്ത ഓതുന്ന ആയത്ത് എന്താ അറിയോ? വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലമ്മാ തുഅ്മിനൂൻ. ഇയാളൊരു കവിയല്ല, ഇതൊരു കവിയുടെ വാക്കല്ല. ഖലീലമ്മാ തുഅ്മിനൂൻ, അവർ അല്പം മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അടുത്തൊരു ഉത്തരം കണ്ടെത്താണ്, കവി അല്ലെങ്കിൽ പിന്നെ ആരാണ്? കവി അല്ലെങ്കിൽ ഇയാൾ ജ്യോത്സ്യനാണ്. അടുത്ത ആയത്ത് എന്താ? വലാ ബിഖൗലി കാഹിൻ. ചോദ്യത്തിന് ഉത്തരം കിട്ടുക ഡയറക്റ്റ്. മനസ്സിൽ വിചാരിക്കുന്ന ചോദ്യത്തിന് അടുത്ത ആയത്ത് ഓതുക. ഇയാള് കവിയല്ല,
കവിയാണെന്ന് പറയുമ്പോൾ കവിയല്ല. ഇയാൾ ജോത്സ്യനാണെന്ന് പറയുമ്പോൾ അടുത്തായത് വലാ ബിഖൗലി കാഹിൻ, ഇയാൾ ഇതൊരു ജോത്സ്യന്റെ വാക്കുമല്ല. ഖലീലമ്മാ തദക്കറൂൻ, അവരല്പം മാത്രമേ ആലോചിക്കുന്നുള്ളൂ. ഇത് ശരിക്കും ഉമർ ഖാന്റെ മനസ്സിൽ കിടിലം കൊള്ളിച്ചു. നമ്മളൊരു സംഗതി ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാ, അതിന്റെ ആൻസർ കിട്ടുക. അത് 2 വട്ടം ഇങ്ങനെ ആവർത്തിച്ചപ്പോ ഒരു കിടിലം കൊണ്ട് മനസ്സിന്. അതായിരുന്നു ഒന്നാമത്തെ പല കാര്യങ്ങളിൽ ചില നിമിഷങ്ങൾ അതായിരുന്നു. ഇതൊക്കെ സ്ഥിരപ്പെട്ടതാണ് ചരിത്രത്തില്. അതിനുശേഷമാണ് പിന്നെ സൂറത്ത് ത്വാഹയിലേക്ക് എത്തുന്നതും അവിടുന്ന് ഷഹാദത്ത് പ്രഖ്യാപിക്കുന്നതൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണുന്നത്. പക്ഷെ നമ്മള് ജസ്റ്റ് എന്ത് ചെയ്യാ, ഒന്ന് ഓതി നോക്കുക. പിന്നെ നമ്മൾ ഇന്നെടുത്ത ഭാഗങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് നമുക്കൊന്ന് ഒന്നിച്ച് ഓതി നോക്കിയിട്ട് നമുക്ക് പിരിയാം. ലാഹിയതൻ ഖുലൂബുഹും വസറുൻ നജ്വല്ലദീന ളലമൂ ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും അഫതതൂന السحر വഅൻതും തുബ്സിറൂൻ قال ربي يعلم القول في السماء والأرض وهو السميع العليم بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഇരുത്തം അല്ലാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.